ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാജിതാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു ഹൈനെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കോളർ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിലും കൂടി ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് ഹൈനെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഏതളവിലാണോ നിങ്ങൾക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ അളവിൽ ഡ്രസ്സ് കട്ട് ചെയ്ത് വെക്കുക. ഞാനിപ്പോൾ ഇവിടെ ഷോൾഡർ, ആം ഹോൾ, അതുപോലെ ഷേപ്പ് ഏത് മോഡലിലാണോ എനിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ആ മോഡലിൽ ഡ്രസ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ നോർമൽ ഒരു ചുരിദാറാണ് ചെയ്യുന്നത്, അതായത് സ്ലിറ്റുള്ള ചുരിദാർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷോൾഡർ, ആം ഹോൾ, ഷേപ്പ് ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ നോർമൽ അളവിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നെക്ക് മാത്രം ഞാൻ കട്ട് ചെയ്തിട്ടില്ല. ബാക്കിയൊക്കെ നിങ്ങൾ ഏതളവിലാണോ ചെയ്യുന്നത് ആ അളവിൽ തന്നെ ചെയ്യുക. നെക്ക് കട്ടിങ്ങിൽ മാത്രം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കിട്ടുമ്പോൾ ഒരു 3 ഇഞ്ചോളം വരും നോർമലി ഒരു നെക്കിൻ്റെ വീതി. അപ്പോൾ നമ്മൾ ഡ്രസ്സിൽ മാർക്ക് ചെയ്യുക ഒരു 2.5 ഇഞ്ചോ അല്ലെങ്കിൽ 2.25 ഇഞ്ചോ ആണ് മാർക്ക് ചെയ്തെടുക്കാറുള്ളത് സാധാരണയായിട്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഹൈനെക്കാണ് ചെയ്യുന്നത്. ഹൈനെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ക്ലോത്തിലേക്ക് 3 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3.25 ഇഞ്ചോളം മാർക്ക് ചെയ്ത് കൊടുക്കുക. കുറച്ച് വീതി വേണമെന്നുണ്ടെങ്കിൽ 3.25 മാർക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അത് കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് പറ്റി നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ 3 ഇഞ്ച് തന്നെ ഡയറക്റ്റ് ക്ലോത്തിലേക്ക് വീതി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നെക്കിൻ്റെ ഇറക്കം നമുക്ക് നോക്കാം. നെക്കിൻ്റെ ഇറക്കം ചെയ്യുമ്പോൾ സാധാരണ നമ്മളൊരു 6-6.5 ഇഞ്ചോളം എടുക്കാറുണ്ട്. പക്ഷേ ഹൈനെക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു 3 മുതൽ 4 ഇഞ്ച് വരെ ഇറക്കം എടുക്കാം കേട്ടോ. 3 ഇഞ്ച് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിന് തന്നെ റൗണ്ടായിട്ട് നിൽക്കും. 3.25 അല്ലെങ്കിൽ 3.5-4 ഇഞ്ച് വരെ നമുക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കാം. അതിൽ കൂട്ടാൻ പാടില്ല. അതിൽ കൂട്ടിയാൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കില്ല കേട്ടോ. 3 ഇഞ്ച് അല്ലെങ്കിൽ 3.25 ഇഞ്ച്. നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3.5 ഇഞ്ചോളം ഇറക്കി മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഷേപ്പ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ടത് നമുക്ക് തലയിലൂടെ ഇടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 3.25 അല്ലെങ്കിൽ 3.5 ഇഞ്ചോളം എടുക്കുക. ഈ ഒരു ലെവലിലായിരിക്കും നമ്മുടെ നെക്കിനിത് നിൽക്കുക. നിങ്ങൾക്ക് ഈ ഡമ്മിൽ കണ്ടാൽ മനസ്സിലാവും കറക്റ്റായിട്ടാണ് 3 ഇഞ്ച് എടുക്കുമ്പോൾ നിൽക്കുക കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണെങ്കിൽ നെക്കിൻ്റെ വീതിയിൽ ഒരു 1/4 ഇഞ്ചും ഇറക്കത്തിൽ ഒരു 1/2 ഇഞ്ചും എക്സ്ട്രാ കൊടുത്തിട്ട് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം എടുക്കാം. ബാക്ക് നെക്കിൻ്റെ ഇറക്കം ഒന്നുകിൽ 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സാധാരണ നമ്മൾ 3 ഇഞ്ച് വരെ ഇറക്കി മാർക്ക് ചെയ്യാറുണ്ട് ബാക്ക് നെക്ക്. പക്ഷേ ഹൈ നെക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ 1 ഇഞ്ച് മാത്രം ഇറക്കി മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതും ഇതുപോലെ ഒരു ബോക്സ് പോലെ നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇറക്കത്തിൽ മാത്രം ചെറിയൊരു വേരിയേഷൻ ഉണ്ടെന്നേ ഉള്ളൂ. അതിനുശേഷം നമുക്കിതിനെ ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല ഡീപ്പായിട്ട് തന്നെ ഫ്രണ്ടും ബാക്കും ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിത് ഫ്രണ്ടും ബാക്കും ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. നോർമലി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ആം ഹോളിൻ്റെ ഭാഗത്താണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും ഒന്നിച്ച് പിടിച്ച് തന്നെ കട്ട് ചെയ്യുക. എന്നാൽ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് പീസ് മാത്രം സെപ്പറേറ്റായി എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഷോൾഡർ സ്ലോപ്പും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് പീസിലൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഒരു 10 മുതൽ 10.5 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 7 ഇഞ്ച് വരെ വേണമെങ്കിൽ 7 ഇഞ്ച് വരെ നിങ്ങൾക്ക് ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ മാക്സിമം ഒരു 10.5 ഇഞ്ച് വരെ നമുക്ക് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 10.5 ഇഞ്ച് വരെ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നെക്കിൽ നിന്നും നേരെ താഴേക്ക് ഒരു 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. ഫ്രണ്ട് പീസിൻ്റെ നെക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും താഴേക്കാണ് 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആ 10.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെയിം അളവിൽ ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ലൈനിങ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഹൈനെക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതേ അളവിൽ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
സെയിം അളവിൽ, അതായത് ഫ്രണ്ടും ബാക്കും നമ്മൾ എത്രയാണോ നെക്കിൻ്റെ ഇറക്കം എടുത്തത് അതേ അളവിൽ തന്നെ ലൈനിങ്ങിലും നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഞാൻ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ, അവിടെയുള്ള ഓപ്പൺ കട്ട് ചെയ്തിട്ടില്ല. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ മെയിൻ പീസിൻ്റെ നല്ല വശം ഈ ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് വരുന്ന വിധത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഫ്രണ്ട് പോർഷൻ്റെ മുന്നിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഓപ്പണിങ് ഇവിടെ കൊടുത്തിട്ടില്ല, നെക്ക് മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മെയിൻ പീസ് വെച്ചതിന് ശേഷം ഫ്രണ്ട് ഓപ്പൺ ചെയ്തിട്ടില്ല ആ ഒരു ഭാഗം ഞാനിപ്പോൾ ഇതാ കാണിക്കുന്നത് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ഓപ്പണിങ് വരുന്ന ഭാഗമില്ല, അതിങ്ങനെ കറക്റ്റായിട്ട് ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് മുകളിൽ നിന്നും താഴേക്ക് കൊണ്ടുപോയി അവിടെ പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഇതുപോലെ ഫോക്കസ് ചെയ്തതിന് ശേഷം അവിടെ സൂചി പിൻ ചെയ്യണം. എന്നിട്ട് അവിടെ നിന്ന് നേരെ മുകളിലേക്ക് കൊണ്ടുവന്ന് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ ഒരു ഓപ്പണിങ്ങിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും വരാതെ കൃത്യമായി വെച്ചിട്ട് വേണം ലൈനിങ്ങിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. കണ്ടോ, ഇതുപോലെയുള്ള ഈ ഒരു ഗ്യാപ്പാണ്, അതായത് ആ ഒരു ഓപ്പണിംഗ് ആണ് ഞാൻ പറയുന്നത്. കൃത്യമായി നെക്കിൽ വെക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ കൃത്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മൾ 2 സ്റ്റിച്ച് കൊടുത്തില്ല, അതിൻ്റെ സെൻറ്ററിൽ കൂടി നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഒന്നുകൂടി വീഡിയോ ശ്രദ്ധിച്ചിട്ട് കൃത്യമായി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ഒരു പോയിൻ്റ് ചെയ്തില്ല, ആ ഒരു ഭാഗം കൃത്യമായി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിത് തിരിച്ചിട്ടാൽ കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. നൂല് കട്ടാവാതെ തന്നെ നമ്മൾ അത് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലൈനിങ്ങിനെ മോശം വശത്തേക്ക് കൊണ്ടുപോകാം. കണ്ടോ, ഇപ്പോൾ നമുക്കിത് ഈ ഒരു രീതിയിലാണ് ഈ ഒരു നെക്കിൻ്റെ പോർഷൻ, അതായത് ആ ഓപ്പൺ ചെയ്ത ഭാഗം കിട്ടുക. ഇനി ഇതുപോലെ ഒരു പീസ് ക്ലോത്ത് എടുക്കാം, ഒരു 4 ഇഞ്ച് വീതിയിലും. അതുപോലെ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു 17 ഇഞ്ച് എക്സ്ട്രാ ആണത്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളയാം. കുറച്ച് ഇറക്കത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ വശം ഒന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ കൂടി ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ താഴ്വശം ഫോൾഡ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത്, പക്ഷെ മുകൾ വശത്താണ് ഫോൾഡ് ചെയ്യേണ്ടത്. അത് വീഡിയോ എടുക്കുമ്പോൾ പറ്റിയൊരു മിസ്റ്റേക്കാണ് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ സെൻറ്റർ കൃത്യമായി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് നമുക്ക് 2 ഭാഗവും, അതായത് ഓപ്പൺ ചെയ്ത ആ 2 ഭാഗവും കൃത്യമായി സെൻറ്ററിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഓപ്പൺ ചെയ്ത ഭാഗം എടുക്കാം. അതിനുശേഷം നമുക്ക് മുകളിൽ നിന്നും, അതായത് നെക്കിൻ്റെ മുകളിൽ നിന്നും ഒരു 4-5 ഇഞ്ച് വിട്ടതിന് ശേഷം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് ഈ ഒരു പീസ് എടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ, കൃത്യമായി ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഓപ്പൺ ചെയ്ത പീസില്ലേ, ആ ഒരു പീസിൽ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, 4.5 ഇഞ്ച് ഇറക്കി ഞാനിപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പീസ് ഇതാ ആ മാർക്ക് ചെയ്ത പോയിൻറ്റിൻ്റെ മുകളിലേക്ക് കൃത്യമായി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. കണ്ടോ, ഇതുപോലെ കൃത്യമായി വെച്ചതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ പാടില്ല. കൃത്യമായി ചെയ്താൽ അതിൻ്റെ ഒരു ഫിനിഷിങ് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെ വന്നതിന് ശേഷം ജസ്റ്റ് അവിടെ ഒന്ന് കെട്ടിട്ടെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ കൃത്യമായി ആ ഒരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പീസ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമുക്കിതിലേക്ക് ഇതുപോലെ പാൻറ്റിൻ്റെ പീസ് വെച്ചിട്ട് തെർമോക്കോൾ ചുറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മുടെ എക്സ്ട്രാ വെച്ച പീസില്ലേ, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. ഇവിടെ ഞാൻ സിബ്ബർ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. നോർമൽ ഫൂട്ടിലും നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. സിബ്ബർ ഫൂട്ടാണെങ്കിൽ ഒന്നുകൂടി ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കുറച്ച് വിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടി ഉണ്ടാക്കിയെടുത്തിട്ട് അടുത്തടുത്ത് വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വിട്ട് വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതാ മുഴുവനായും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെയാണ് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തത് എന്ന്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നെക്സ്റ്റ് പോർഷൻ, അതായത് നമ്മൾ കട്ട് ചെയ്തതിൻ്റെ നെക്സ്റ്റ് പോർഷൻ ഇല്ലേ, അത് കൃത്യമായി വെച്ചിട്ട് അതിൻ്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇവിടെയും ഞാൻ സിബ്ബർ ഫൂട്ടാണ് യൂസ് ചെയ്യുന്നത്. നിർബന്ധമൊന്നുമില്ല കേട്ടോ, നോർമൽ ഫൂട്ടിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിത് കൃത്യമായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാക്ക് പീസിൻ്റെ ലൈനിങ് പീസും മെയിൻ പീസും ഒരുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും മെയിൻ പീസും വെച്ച് കൊടുക്കാം. നമ്മുടെ രണ്ട് പീസിൻ്റെ, അതായത് ബാക്ക് പീസിൻ്റെയും ഫ്രണ്ട് പീസിൻ്റെയും നല്ല വശങ്ങൾ വരുന്ന വിധത്തിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ഷോൾഡറിൻ്റെ മുകളിൽ 1/2 ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കിൻ്റെ അളവാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണിത്. അപ്പോൾ നിങ്ങളിത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മുടെ ഓപ്പണിങ്ങിൻ്റെ ഒരു സൈഡിൽ നിന്നും പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് നെക്കിൻ്റെ മുഴുവൻ അളവും എടുക്കേണ്ടതുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ അളവിൽ ഒരു വേരിയേഷനും വരാൻ പാടില്ല. ഈ അളവിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈനെക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫിനിഷിങ്ങിൽ എത്തില്ല നമുക്ക് ചെയ്യാൻ. അതേപോലെ തന്നെ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെക്കിൻ്റെ പുറത്തോട്ട് വരും, അതും ഫിനിഷിങ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ വളരെ സാവധാനം ഏറ്റവും ശ്രദ്ധയോടുകൂടി അളന്നെടുക്കുക കേട്ടോ. എനിക്കിപ്പോൾ 18 ഇഞ്ചാണ് കിട്ടിയത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നുകൂടി അളന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹൈനെക്ക് കട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. ഇപ്പം ഞാനിവിടെ പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എല്ലാ ടൈലറിങ് ഷോപ്പിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. പേപ്പർ ക്യാൻവാസ് എന്ന് പറഞ്ഞാൽ മതി, നമുക്കിതുപോലെ വാങ്ങാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ക്യാൻവാസിനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ആ ഫോൾഡ് ചെയ്ത ഭാഗമില്ലേ, അവിടുന്ന് നമുക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോൾഡ് ചെയ്ത ഭാഗത്തായിരിക്കണം 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ 3 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് വീഡിയോയിൽ കാണുന്നത് പോലെ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഡീപ്പായിട്ട് കേർവ് ചെയ്ത് കൊടുക്കരുത്. അതുപോലെ തന്നെ ഒത്തിരി താഴ്ത്തിയിട്ടും ചെയ്യരുത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ വളരെ പതുക്കെ ഒന്ന് കേർവ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം പതുക്കെ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഒന്ന് അളന്ന് നോക്കാം. നമുക്ക് നേരത്തെ 18 ഇഞ്ചാണ് കിട്ടിയത്. അതിൻ്റെ നേർപകുതി വേണം നമ്മളിവിടെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് 9 ഇഞ്ച്. നമ്മൾ ക്യാൻവാസ് 2ആയി ഫോൾഡ് ചെയ്തത് കൊണ്ട് തന്നെയാണ് നമുക്ക് കിട്ടിയ അളവിൻ്റെ പകുതി നമ്മളിവിടെ എടുക്കുന്നത്. ക്ലിയറായി എന്ന് തോന്നുന്നു. ഇവിടെയും അളവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ സാവധാനം പതുക്കെ പതുക്കെ ടാപ്പ് പിടിച്ചിട്ട് അളന്നെടുക്കാം. നമുക്ക് കിട്ടിയ അളവിൻ്റെ നേർപകുതി ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലിയറായി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തിട്ട് ഇത് കൃത്യമായിരിക്കുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ നമ്മുടെ നെക്കിനെ 2ആയി ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ വെച്ചിട്ട് ഒന്ന് മൂവ് ചെയ്ത് മുഴുവനായും വെച്ച് നോക്കുക. കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്ത അളവ് കറക്റ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി അളവെടുത്ത് കറക്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഞാൻ എപ്പോഴും ഒരു 1/4 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് എടുക്കാറുള്ളത്. അതാണ് ഒരു ഫിനിഷിങ്. 1/4 ഇഞ്ചോ 1 ഇഞ്ചോ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ ഒന്ന് കറക്റ്റായിട്ടൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്തതല്ലേ ഞാൻ, അതിപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ എൻഡിൽ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഈ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ നെക്കിന് എപ്പോഴും വരുന്ന ഒരു കേർവില്ലേ, അതൊന്ന് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഷേപ്പും കാര്യങ്ങളൊക്കെ കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ 2ആയി ഫോൾഡ് ചെയ്തിട്ടാണല്ലോ ചെയ്തത്. അപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കണം കിട്ടേണ്ടത്. ഇനി ഇതുപോലെ ഒരു യെല്ലോ കളർ ക്ലോത്ത്, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ക്ലോത്ത് എടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കണം.
പേപ്പർ ക്യാൻവാസിന് 2 സൈഡ് ഉണ്ട്. ഒരു ഭാഗം നല്ല ഷൈനിങ് ഉള്ള ഒരു ഭാഗമാണ്. ആ ഒരു ഭാഗമായിരിക്കണം ക്ലോത്തിൻ്റെ മുകളിലേക്ക് വെക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. ഈ അയൺ ചെയ്ത് കഴിയുമ്പോഴേക്കും ഈ ഒരു ക്യാൻവാസ് നമ്മുടെ ക്ലോത്തിലേക്ക് നന്നായി ഒട്ടിയിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് സെയിം കളർ ക്ലോത്ത് വേണമെങ്കിൽ അതെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കോൺട്രാസ്റ്റ് കളറോ പാൻറ്റിൻ്റെ ക്ലോത്തോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനുശേഷം ചെയ്യേണ്ടത് ഇതിൻ്റെ മുകൾ വശം കണ്ടതാ, ഈ ഒരു വശത്ത് കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴ്വശം അല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഈ മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയാണ് ക്ലോത്ത് വെച്ചിരിക്കുന്നത് എന്ന്. നമ്മുടെ കോൺട്രാസ്റ്റ് കളർ ക്ലോത്ത് താഴെ വെച്ചു. അതിനുശേഷം അതിൻ്റെ മുകളിൽ നമ്മുടെ ക്യാൻവാസിൻ്റെ ആ ഒരു പീസ് വരുന്ന ക്ലോത്ത് വെച്ചു. എന്നിട്ട് ഈ ഒരു സൈഡിൽ നിന്നും മറ്റേ സൈഡിലേക്ക് ഞാൻ മാർക്ക് ചെയ്തതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇപ്പം നമ്മളിതാ കൃത്യമായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടിട്ട് മുഴുവൻ ക്ലോത്തും കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇപ്പം നമ്മൾ കൃത്യമായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ വരുന്ന സ്റ്റിച്ച്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ ഭാഗം കാണിച്ചു തന്നത്. നമ്മളിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ക്ലോത്തൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ പതുക്കെ പതുക്കെ ഓരോ കട്ടിട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗത്താണ് കട്ടിട്ട് കൊടുക്കേണ്ടത്. കാരണം നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കട്ടിട്ട് കൊടുക്കുക കേട്ടോ. മുഴുവനായും ഇതുപോലെ കട്ടിട്ടതിന് ശേഷം നമുക്കിതിനെ ഒന്ന് തിരിച്ചിട്ടെടുക്കാം. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് തിരിച്ച് ഇട്ടിട്ടുണ്ട്. അതായത് ക്യാൻവാസൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിൻ്റെ ഏറ്റവും മുകൾ വശം കണ്ടോ, ആ ഒരു വശത്ത് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ക്യാൻവാസ് വെച്ച ആ ഒരു ക്ലോത്തില്ലേ, ആ ക്ലോത്തിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവും. ക്യാൻവാസ് വെച്ച യെല്ലോ കളർ ക്ലോത്തിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സിൻ്റെ മോശം വശം ഇതുപോലെ വെക്കാം. അതിനുശേഷം നമ്മുടെ ബ്രൗൺ പീസില്ലേ, ആ ഒരു പീസ് നമ്മുടെ മോശം വശത്ത്, അതായത് നമ്മുടെ ടോപ്പിൻ്റെ മോശം വശത്ത് വെച്ചിട്ടിതാ ഈ ഒരു പോയിൻ്റ് മുതൽ കൃത്യമായി വെച്ച് കൊടുക്കുക. അതായത് നമ്മുടെ ക്ലോത്തിൻ്റെ സ്റ്റിച്ചിങ് പോയിൻ്റൊക്കെ കറക്റ്റായിട്ട് വരുന്ന വിധം വെച്ചിട്ട് ഇതുപോലെ വളരെ സാവധാനം മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു കാരണവശാലും നെക്കോ അതുപോലെ തന്നെ കോളറിൻ്റെ ആ ഒരു പീസോ വലിക്കാൻ പാടില്ല. വളരെ കൃത്യമായി പതുക്കെ മൂവ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ കൃത്യമായി നമുക്ക് എൻഡ് വശത്ത് എത്തിക്കിട്ടും കേട്ടോ. ഇപ്പം നമ്മളിതാ കൃത്യമായി ആ ഒരു റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്ലോത്തിൻ്റെ നല്ല വശത്തേക്ക് കൊണ്ടുവന്നതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് ആ നെക്കിൻ്റെ ഫിനിഷിങ് മനസ്സിലാവും. കണ്ടോ, ഇതുപോലെ മുഴുവനായും ഫ്രണ്ട് പോർഷനിലേക്ക് കൊണ്ടുവന്നിട്ട് അതിൻ്റെ താഴ്വശം ഇതുപോലെ പതുക്കെ മൂവ് ചെയ്ത് മുഴുവനായും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ തയ്യൽ തുമ്പൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നെക്ക് ഫിനിഷിങ് ആവില്ല. കണ്ടോ, നമ്മുടെ എല്ലാ തയ്യൽ തുമ്പും ഈ നെക്കിൻ്റെ ഉള്ളിലേക്കായിരിക്കണം പോകേണ്ടത്. അപ്പോൾ നമ്മളിതാ കറക്റ്റായിട്ട് നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ശ്രദ്ധയോടുകൂടി അളവെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഹൈനെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു. അത് നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഹൈനെക്ക് ചെയ്യാൻ പറ്റും. എനിക്കാവില്ല എന്ന് ചിന്തിക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഡയറക്റ്റ് പുതിയൊരു ക്ലോത്തിലേക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ പഴയൊരു ക്ലോത്തിൽ ജസ്റ്റ് നെക്ക് മാത്രം കട്ട് ചെയ്തിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഹൈനെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഒരു സംശയമില്ലാതെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ, ടേക്ക് കെയർ.